പണ്ടത്തെ ശങ്കരൻ ഇപ്പോഴും തെങ്ങിൽ തന്നെ എന്ന് പറയുന്നത് പോലെയാണ് ശശി തരൂരിന്റെ കാര്യം. കഴിഞ്ഞ ദിവസം RSSന്റെ അനുകൂല സംഘടനയായ HRDSന്റെ പ്രഥമ സവർക്കർ പുരസ്കാരം ശശി തരൂർ നിഷേധിച്ചിരുന്നു. താനുമായി കൂടിയാലോചിക്കാതെയും അറിയിക്കാതെയുമാണ് പുരസ്കാരം പ്രഖ്യാപിച്ചതെന്നും മാധ്യമങ്ങളിലൂടെയാണ് പുരസ്കാരം അറിഞ്ഞതെന്നുമാണ് ശശി തരൂർ പറഞ്ഞിരുന്നത്. കൂടാതെ ഈ വിഷയം കോൺഗ്രസിനുള്ളിൽ തന്നെ അതൃപ്തിയുണ്ടാക്കുകയും ചെയ്തിരുന്നു. സവർക്കറിന്റെ പേരിലുള്ള ഒരു അവാർഡും പാർട്ടി പ്രവർത്തകർ സ്വീകരിക്കാൻ പാടില്ലെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പുരസ്കാരം ശശി തരൂർ സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കരുതിയിരുന്നത് ശശി തരൂരിന് കോൺഗ്രസിനോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളും എല്ലാം തന്നെ മാറിക്കാണുമെന്നാണ്. പക്ഷേ ശശി തരൂർ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വിളിച്ചുകൂട്ടിയ കോൺഗ്രസ് പാർട്ടിയിലെ ലോക്സഭാ അംഗങ്ങളുടെ യോഗത്തിൽ നിന്നും ശശി തരൂർ ഇത്തവണയും മാറി നിന്നു. ഇതിപ്പോൾ മൂന്നാം തവണയാണ് ശശി തരൂർ പാർട്ടി യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. ഡിസംബർ 19 പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് ഇതുവരെയുള്ള പ്രകടനം അവലോകനം ചെയ്യുന്നതിനും BJPക്കെതിരായ ആക്രമണങ്ങൾ പുനഃക്രമീകരിക്കുന്നതിനും വേണ്ടിയാണ് രാഹുൽ ഗാന്ധി യോഗം കൂട്ടിയത്. BJPക്കെതിരെയുള്ള യോഗമാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ശശി തരൂരിനെ ആ പ്രദേശത്തേക്ക് നോക്കണ്ട. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും പ്രശംസിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളെ തുടർന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വവുമായി കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോഗത്തിൽ നിന്നും വിട്ടുനിന്നതെന്ന് പറയുന്നു. ശശി തരൂർ, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കോൺഗ്രസിനുള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണോ താങ്കളുടെ ഉദ്ദേശം? സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് നടക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോൺഗ്രസുകാരനായ തരൂർ കോൺഗ്രസിനെ തള്ളി പറയുന്നു, BJPയെ പുകഴ്ത്തുന്നു, മോദിയെ പുകഴ്ത്തുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ വെച്ച് നീട്ടിയ പുരസ്കാരങ്ങൾ തള്ളുന്നു, അതും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ട്. ഇപ്പോഴിതാ കോൺഗ്രസിന്റെ യോഗത്തിൽ വരാതിരിക്കുന്നു. എന്തൊക്കെയാ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതല്ലേ നല്ലത്. നവംബർ 30 നടന്ന കോൺഗ്രസ് സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മീറ്റിംഗിലും തരൂർ പങ്കെടുത്തിരുന്നില്ല. അന്ന് താൻ കേരളത്തിലേക്ക് വരികയായിരുന്നു, അതിനാലാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നാണ് തരൂർ അന്ന് നൽകിയ വിശദീകരണം. ഇതിനു മുന്നേ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായി 12 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ യോഗം നടന്നപ്പോഴും തരൂർ വിട്ടുനിന്നിരുന്നു. ഡൽഹിയിൽ ഉണ്ടായിരുന്നിട്ടും യോഗത്തിനെത്താതിരുന്ന തരൂർ അന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി പോസ്റ്റുമിട്ടിരുന്നു.